ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷ്റഫ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഫോട്ടോഷോപ്പിലെ സ്മാർട്ട് ഒബ്ജക്റ്റിനെ പറ്റിയാണ്. എന്താണ് ഈ സ്മാർട്ട് ഒബ്ജക്റ്റ്, അതെങ്ങനെയാണ് നമ്മുടെ വർക്കിനകത്തേക്ക് കൊണ്ടുവരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വർക്കിനകത്തേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ഇമേജ് ആഡ് ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വർക്കിനകത്തേക്ക് ഈ ഇമേജ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇടുന്നു. ഇനി നമ്മൾ ഈ ഒരു ഇമേജ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് കോപ്പിയാക്കി എടുക്കുന്നു. ഇനി ഈ താഴെ കിടക്കുന്ന ഈ ഒരു ഇമേജ് നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടൊന്ന് കൺവേർട്ട് ചെയ്യുകയാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു ലെയറിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ഈ കോർണറിൽ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. ഇത് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഐക്കണാണ്. ഇപ്പോൾ ഈ താഴെ കിടക്കുന്നത് സാധാരണ ഇമേജ് ലെയറാണ്, മേലെ കിടക്കുന്നത് ഒരു സ്മാർട്ട് ഒബ്ജക്റ്റാണ്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ രണ്ട് ഇമേജുകളും ഒന്നായി സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+T അടിച്ചിട്ട് ഫ്രീ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. നമ്മളിത് മാക്സിമം ഇത് ചെറുതാക്കി മാറ്റുന്നു. ഇപ്പോൾ ഇത് മാക്സിമം ചെറുതാക്കിയിട്ടുണ്ട്. ഇനി എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർക്കിനകത്ത് നമ്മളൊരു ഇമേജൊക്കെ കൊണ്ടുവന്നാൽ അത് ഒരുപാട് റീസൈസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ വലുതാക്കും, ചിലപ്പോൾ ചെറുതാക്കും. അങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ആ ഒരു ഇമേജ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇമേജുകൾ ഇടയ്ക്കിടെ ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിക്സലുകൾക്കൊക്കെ മാറ്റം സംഭവിച്ചിട്ട് ആ ഒരു ഇമേജിൻ്റെ യഥാർത്ഥ ക്ലാരിറ്റി തന്നെ നഷ്ടപ്പെടുന്നു. അത് നമുക്ക് എങ്ങനെയാണെന്ന് ഇവിടെ കാണാം. ഇപ്പോൾ ഈ ചെറുതാക്കിയ ഈ ഇമേജ് നമ്മൾ വലുതാക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം ആ മുകളിലുള്ള ഇമേജ് അത് ബ്ലറായിട്ടുണ്ട്. ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം ആ മുകളിലെ ഇമേജ് ബ്ലറായ അവസ്ഥയിലാണ്. എന്നാൽ താഴെയുള്ള ഇമേജ് അത് സ്മാർട്ട് ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തത് കൊണ്ട് ആ ഇമേജിന് യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ യഥാർത്ഥ ക്വാളിറ്റിയിൽ തന്നെ അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വർക്കിനകത്തേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ പല വർക്കിലും നമുക്ക് കാണാൻ കഴിയും ഇത്തരം ഇമേജുകൾ ഇങ്ങനെ സൈസ് ചെയ്യുമ്പോഴൊക്കെ Ctrl+J പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി എടുത്തിട്ടായിരിക്കും മിക്കവരും ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മൾ വീഡിയോകളിലൊക്കെ സാധാരണ കാണാം ഒരു ഇമേജിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവർ Ctrl+J അടിച്ചതിന് ശേഷം ഒരു കോപ്പി എടുക്കും. കാരണം ഇത് ഒരുപാട് റീസൈസൊക്കെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പകരം വെച്ചിരിക്കുന്ന ഈ ഇമേജ് അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഒരു ഇമേജ് അവിടെ മാറ്റി വയ്ക്കുന്നത്. അത്ര മാറ്റി വെച്ച ഇമേജുകൾ ഹൈഡ് ചെയ്തിട്ടാണ് ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും ഒരു മാർഗ്ഗമാണ്. ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ സാധാരണ ലെയറായിട്ടുള്ള ഈ ഒരു മുകളിലത്തെ ഇമേജ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയാൽ മറ്റെന്തൊക്കെ പ്രത്യേകതകളാണുള്ളതെന്ന് നോക്കാം. നമ്മളൊരു ഇമേജിൽ സാധാരണ ചെയ്യാറുള്ള എഡിറ്റിങ്ങുകൾ, അതിൻ്റെ കളർ സംബന്ധമായിട്ടുള്ള എഡിറ്റിങ്ങുകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഒരു ഇമേജിൽ നമ്മളിവിടെ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ ഒരു എറർ ഐക്കൺ കാണാം. ഇതിനകത്ത് നമുക്ക് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഹ്യൂ സാറ്റുറേഷൻ, ഇവിടെ ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഹൈഡായി കിടക്കുന്നത് കാണാം. കാരണം ഈ ഇത്തരം ഫീച്ചറുകൾ ഈ സ്മാർട്ട് ഒബ്ജക്റ്റിന് മുകളിൽ വർക്ക് ആവാത്തത് കൊണ്ടാണ് ഇവിടെ ഹൈഡായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇമേജിൻ്റെ മുകളിൽ ഇത്തരം എഫക്റ്റുകൾ വരുത്താം എന്ന് നോക്കാം. രണ്ട് രീതിയിൽ ഇത്തരം എഫക്റ്റുകളൊക്കെ ഈ ഒരു ഇമേജിന് മുകളിൽ വരുത്താവുന്നതാണ്. ഇവിടെ ലെയർ ബോക്സിൽ ഇവിടെ ഒരു ഐക്കൺ കാണാം. ക്രിയേറ്റ് ന്യൂ ഫിൽ ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്നാണ് ഈ ഒരു ഐക്കണിൻ്റെ പേര്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹ്യൂ സാറ്റുറേഷൻ അതുപോലെ മറ്റുള്ള എല്ലാ എഫക്റ്റുകളും ഇവിടെ നമുക്ക് വരുത്താവുന്നതാണ്. ഇവിടെ കാണാം ഈ എഫക്റ്റ് എല്ലാം നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ലെയർ ബോക്സിലൂടെ എഡിറ്റ് വരുത്തുന്നതുകൊണ്ട് മറ്റു പല ഗുണങ്ങളുമുണ്ട്. സാധാരണ പല ഡിസൈനേഴ്സും നോർമൽ തന്നെ എല്ലാ എഫക്റ്റുകളും ഈ ഒരു ഓപ്ഷൻ വഴിയും ചെയ്യാറുണ്ട്. ഈ ഒരു ഓപ്ഷൻ വഴി എഫക്റ്റുകൾ ചെയ്യുമ്പോൾ പല അധിക സൗകര്യങ്ങളും നമുക്ക് ലഭിക്കും. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ഹ്യൂ ആൻഡ് സാറ്റുറേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ആ ഒരു അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇവിടെ ഒരു പുതിയ ലെയറായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഇനി ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഇതിങ്ങനെ ഹൈഡ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇമേജ് ബ്ലർ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഫിൽറ്ററിൽ ബ്ലർ, ഇവിടെ ഗോഷൻ ബ്ലർ, അതിൻ്റെ വാല്യൂ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജ് നമ്മൾ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇമേജ് നമുക്ക് ഇവിടെ ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം ഈ ഒരു ബ്ലർ എഫക്റ്റ് ഒരു പുതിയ സബ് ലെയറായിട്ടാണ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ അത് നമുക്ക് തീർത്തും സൗകര്യപ്രദമാണ്. കാരണം നമുക്ക് ഈ ഒരു ബ്ലർ എഫക്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈഡ് ചെയ്താൽ മാത്രം മതി. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി അതല്ല നമുക്ക് ആ ബ്ലറിൻ്റെ ഒരു വാല്യൂ അതിലെന്തെങ്കിലും വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഗോഷൻ ബ്ലർ എന്ന് എഴുതിയ ഈ ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ വീണ്ടും ഇവിടെ വരുന്നു. നമുക്ക് ബ്ലർ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഒട്ടും വേണ്ടെങ്കിൽ ഇവിടെ വീണ്ടും അത് 0യിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇമേജ് പഴയ പോലെ ആവുന്നു എന്നുള്ളതാണ്. ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ പ്രധാന വിഷയം ഇവിടെയല്ല കിടക്കുന്നത്. അതുകൂടെ നമുക്ക് കാണിക്കാം. ഞാൻ ഈ ഒരു ബ്ലർ ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പഴയപടി ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് മാത്രമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിൽ എഡിറ്റിംഗ് വരുത്തണം. അതിൻ്റെ കളർ വേരിയേഷൻ അല്ലെങ്കിൽ ലെവല്, കർവ്സ് ഒക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒറിജിനലായിട്ട് ചെയ്യുന്ന രീതി ഇവിടെ ഒരു ഐക്കൺ കാണാമല്ലോ. ഈ കോർണറിൽ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ഐക്കൺ ഉണ്ട്. ഇതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വിൻഡോ വന്നിട്ട് ഇത് നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ഇമേജ് പുതിയ ടാബായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജ് മാത്രമാണ് ഇവിടെ പുതിയ ടാബിൽ വന്നിട്ടുള്ളത്. പുതിയ അഡ്ജസ്റ്റ്മെൻറ്റുകളോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ ചെയ്യാം. അതായത് ഇപ്പോൾ ഞാനിതിൻ്റെ ഒരു ഹ്യൂ ആൻഡ് സാറ്റുറേഷൻ ചേഞ്ച് ചെയ്യുകയാണ്. സാധാരണ രീതിയിൽ നമ്മൾ കൺട്രോൾ യു അടിച്ചിട്ട് ഇവിടെ എടുക്കാം. ഇപ്പോൾ ഇതൊരു സാധാരണ ലെയറാണ്. ഇപ്പോൾ പുതിയ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു സാധാരണ ലെയർ മാത്രമാണ്. ഇവിടെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വളരെയധികം ഹ്യൂ ഇവിടെ പ്രയോഗിക്കുന്നുണ്ട്. ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ സേവ്, കൺട്രോൾ എസ് അടിച്ചിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആ ഒരു വർക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പഴയ വർക്കിനകത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു വർക്കിംഗ് രീതി. ഇനി ഈ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ മറ്റൊരു പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ, മോക്കപ്പ് ഫയലുകളൊക്കെ കാണാറുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഇവിടെ ഈ ഒരു ഇമേജ് നമ്മളൊന്ന് കോപ്പി ചെയ്യുന്നു. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സംഭവം, ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ളത്. ഒരു സാധാരണ ലെയറിനെ കോപ്പി ചെയ്യുന്നതും ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ലെയറിനെ കോപ്പി ചെയ്യുന്നതും വലിയ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിനെ നമുക്ക് ആവശ്യമായ രീതിയിലൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ സാധാരണ ഒരു പോസ്റ്ററിൻ്റെ മോക്കപ്പൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ആ പോസ്റ്റർ ഇങ്ങനെ പറക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ഇങ്ങനെ അട്ടിയാട്ടിയിരിക്കുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ വളരെ സിമ്പിളായ രീതിയിൽ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക. ഒരേ പോസ്റ്റർ തന്നെ ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഒരു രീതിയിലാണെന്ന് ഇവിടെ കരുതുക. ഇപ്പോൾ ഇത് നമ്മൾ ഒരു ഡിസൈനറുടെ കയ്യിൽ എപ്പോഴും കുറച്ച് മോക്കപ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് പല പല കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യം ഇപ്പോൾ ഇതിനകത്തുള്ള ഈ പോസ്റ്റർ ഒന്ന് മാറ്റുക മാത്രമാണ്. ഇപ്പോൾ ഇതിനകത്തുള്ള ഈ 4 ചിത്രങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതില്ല. ഇതിനകത്തുള്ള ഒരു ചിത്രം മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു ചിത്രം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഐക്കണിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇമേജ് നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ ഈ ഒരു ഇമേജ് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ മറ്റൊരു ചിത്രം അതിനായിട്ട് യൂസ് ചെയ്യുകയാണ്. ഈ ഒരു ചിത്രം നമ്മളിപ്പോൾ ഈ പുതിയതായിട്ട് തുറന്നു വന്ന ടാബിനകത്തേക്ക് തൽക്കാലം അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ വർക്കിനകത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചിത്രങ്ങളും മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിംഗ് രീതി തീർച്ചയായിട്ടും ഒരു ഡിസൈനർ മനസ്സിലാക്കിയിരിക്കണം. നമ്മളിപ്പോൾ ക്ലയൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു മോക്കപ്പ് ഉണ്ടാക്കിയിരിക്കാം. ഒരു ഇമേജിൻ്റെ തന്നെ ഒരുപാട് കോപ്പികൾ അതിൽ വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലൊക്കെ അത് അറേഞ്ച് ചെയ്യാം. അതിന് ഷേഡോ കൊണ്ടുവരാം, അതിന് ഗ്ലെയർ കൊണ്ടുവരാം, അതൊക്കെ ചെയ്യാം. അതിൻ്റെ ആ വർക്ക് ഏരിയ
നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു വർക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു വർക്കിനകത്തുള്ള എല്ലാ ഇമേജുകളും ഒന്നിച്ചിട്ട് മാറുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു വസ്തുവിന് ഷേഡോ കൊടുക്കുമ്പോഴും. ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റാണ്, നമ്മൾ ഇതിനൊരു ഷേഡോ പോലെ ഒരു കാര്യം കൊടുക്കുകയാണെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിനൊന്ന് വെർട്ടിക്കലായിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷേഡോ എഫക്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ ഒരു ഗ്രേഡിയൻറ്റ് ടൂളാണ് ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ഇതൊരു ഷേഡോ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിപ്പോൾ ഈ ഒരു ഇമേജ് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേഡോയും അതിനനുസരിച്ചിട്ട് ചേഞ്ച് ആവുന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാത്തിനെയും ബാധിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, ഫോട്ടോഷോപ്പിൽ നമ്മളൊരു ഇമേജ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ആ ഒരു ഇമേജ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും പ്ലേസ് ആവുന്നത്. നമുക്ക് ഈ ഒരു ഐക്കണിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകളൊക്കെ ഇവിടെ വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അഡോബി ഇല്ലുസ്ട്രേറ്ററിൽ നിന്നും എന്തെങ്കിലും ഒബ്ജക്റ്റോ ഇമേജോ ഒക്കെ കോപ്പി ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻസ് കാണാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റോ ഇമേജോ ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സോഴ്സ് ഇല്ലുസ്ട്രേറ്റർ ആയിരിക്കും. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള മോക്കപ്പുകളും നമുക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. പക്ഷേ നമുക്ക് കസ്റ്റമായിട്ടൊരു മോക്കപ്പ് തയ്യാറാക്കാനുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ചാനലിലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.